പൊതു തിരഞ്ഞെടുപ്പ് നടന്നാൽ UDF-ന് എത്ര സീറ്റുകൾ ലഭിക്കും? നിങ്ങൾക്കത് കണക്ക് കൂട്ടാൻ പറ്റുമോ? എന്നാൽ എന്റെ കണക്ക് ഞാൻ അങ്ങ് പറയാം. വമ്പൻ തിരിച്ചടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പാണ്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വലിയ തിരമാലകൾ തീർത്തവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാണ് ഇക്കാര്യം തുറന്നു പറയുന്നത്. പിണറായി വിജയന്റെ ശൈലി വിമർശിച്ചവർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ ഏകാധിപത്യ ശൈലി കണ്ട് അന്തം വിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉൾപ്പെടെ ഇടപെട്ട് സതീശൻ നടത്തുന്ന ഭരണം UDF-ലെ സതീശൻ വിരുദ്ധർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. സീനിയർ നേതാവായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകൾ ഉൾപ്പെടെ ഇടപെടാൻ VD സതീശൻ ധൈര്യം കാണിക്കുന്നു എന്നത് നിസ്സാരമായി എന്തായാലും കാണാൻ പറ്റില്ല. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. ബജറ്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ പ്രപ്പോസൽ ഒഴിവാക്കണമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യവും നിരാകരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ UDF-ന് വോട്ട് ചെയ്ത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഇതുൾപ്പെടെ സതീശൻ സർക്കാർ സ്വീകരിച്ച പല തീരുമാനങ്ങളും മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്തുൾപ്പെടെ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. RSS പദ്ധതി എന്ന് മുസ്ലിം ലീഗ് തന്നെ വിശേഷിപ്പിച്ച PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഇപ്പോൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് തന്നെ ലീഗ് മന്ത്രിമാരാണ്. ഇതും സർക്കാരിനെ തിരിഞ്ഞുകൊത്തിയ മറ്റൊരു വിഷയമാണ്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുമെന്ന് പറഞ്ഞ വീരശൂര പരാക്രമിയായ ലീഗ് നേതാവ് KM ഷാജിയും ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാനായി ചുവപ്പ് പരവതാനി വിരിക്കുന്ന കാഴ്ച ലീഗ് അണികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥനെ നിയമിച്ചതും ലീഗിന്റെ രാഷ്ട്രീയ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ശേഷാദ്രിനാഥൻ RSS ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞ് ഈ നിയമനത്തെ ആദ്യം ചോദ്യം ചെയ്തത് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആണ്. നിയാസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വാദത്തെ തള്ളി നിയമനം തന്റെ അറിവോടെയാണെന്ന് പറഞ്ഞ് ചുട്ട മറുപടി കൊടുത്തത് മന്ത്രി KM ഷാജിയാണ്. ഇതൊക്കെ കണ്ട് ലീഗിനും UDF-നും വോട്ട് ചെയ്ത ന്യൂനപക്ഷ സമൂഹം അന്തം വിട്ടാണിപ്പോൾ നിൽക്കുന്നത്. ചില മതസംഘടനാ നേതാക്കളെ വരുതിയിലാക്കി നിർത്തിയാൽ ഈ പ്രതിഷേധത്തെ എല്ലാം തണുപ്പിച്ചു നിർത്താൻ പറ്റുമെന്ന കണക്കുകൂട്ടലിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം പൊന്നാനി MLA മതസംഘടനാ നേതാക്കളുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി VD സതീശനും ലീഗ് നേതാക്കളും മറന്നുപോകുന്ന ഒരു കാര്യം ഇത് പുതിയ കാലമാണ് എന്നതാണ്. മതസംഘടനാ നേതാക്കൾ പറയുന്നതും നിർദ്ദേശിക്കുന്നതും കേട്ട് നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളല്ല ഇപ്പോൾ കേരളത്തിൽ ഉള്ളതെന്നത് മറന്നു പോകരുത്. ഏത് മത സാമുദായിക സംഘടനാ നേതാക്കളായാലും അവരെ നിശ്ചിത അകലത്തിൽ നിർത്താൻ വിശ്വാസികൾക്കറിയാം. ആരും ആരുടെയും ചിന്താശക്തി ഒരു സാമുദായിക നേതാവിന് മുന്നിലും അടിയറവ് വെച്ചിട്ടില്ല, ഇനി വെക്കുകയുമില്ല. അതാണ് രാഷ്ട്രീയ കേരളത്തിന്റെ പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമല്ല SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടുള്ള VD സതീശൻ സർക്കാരിന്റെ നിലപാടിനോടും കടുത്ത വിയോജിപ്പാണ് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും അണികൾക്കും അനുഭാവികൾക്കും ഉള്ളത്. കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയെ എന്തിനാണ് UDF സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി VD സതീശനാണ് നൽകേണ്ടത്. SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കൂടിയായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും കൂട്ടരുടെയും മാനസിക പീഡനത്തിന്റെയും ഭീഷണിയുടെയും ഫലമായാണ് മഹേഷൻ ജീവൻ വെടിയേണ്ടി വന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പ് ചൂണ്ടിക്കാട്ടി സുധീരനും മഹേഷിന്റെ കുടുംബവും ആരോപിക്കുന്നത്. സത്യസന്ധരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന VM സുധീരന്റെ ആവശ്യത്തിന്മേൽ ഇതുവരെയായിട്ടും ഒരു തുടർ നടപടിയും മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ചിട്ടില്ല എന്നത് ഏറെ ദുരൂഹത ഉയർത്തുന്ന കാര്യമാണ്. ദുരൂഹതയെന്ന് ഞാൻ പറയാൻ കാരണം സുധീരൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് തൊട്ടു മുൻപാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി പൊന്നാടി അണിയിച്ച് ആദരിച്ചെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ
കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് സന്ദർശനാനുമതി നൽകിയത് എന്തായാലും അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കുകയില്ല. മഹേഷിനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതിന്റെ കാരണക്കാരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഭരണാധികാരികൾക്ക് മുന്നിൽ നിരവധി പരാതികൾ നൽകിയിട്ടും ഇതേവരെ ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് കേരളത്തിൽ തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നതെന്നതും തോന്നിപ്പോവുക. ഏറ്റവും ഒടുവിൽ 2026 ജൂൺ 6 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായതായി കാണുന്നില്ല എന്ന് വി.എം. സുധീരൻ പറയുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഉദ്ദേശശുദ്ധിയാണ് വീണ്ടും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ എന്താണ് ഭയമെന്നത് ഈ നാട് അറിയേണ്ടതുണ്ട്. ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടും വെള്ളാപ്പള്ളിക്കും സംഘത്തിനും ലഭിക്കുന്ന ഈ സംരക്ഷണം മറ്റൊരാൾക്കും കേരളത്തിൽ ലഭിച്ചിട്ടില്ല എന്നതും പറയാതെ വയ്യ. മുംബൈയിൽ മുൻപുണ്ടായിരുന്ന താക്കറേമാരല്ല കേരളത്തിൽ ഇപ്പോഴുള്ള വെള്ളാപ്പള്ളിമാർ എന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇനിയെങ്കിലും തിരിച്ചറിയണം. സ്വന്തം സമുദായത്തിൽ പോലും ഒരു പിന്തുണയും ഇല്ലാത്ത നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് അദ്ദേഹം തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നവർ വൻ ഭൂരിപക്ഷത്തോടെ നിരന്തരം വിജയിച്ചു വരുന്നത്. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പിണറായി വിജയന് പറ്റിയ വലിയ തെറ്റാണ് ഇന്ന് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കാൻ പ്രധാന കാരണമെന്നതും UDF സർക്കാർ മറന്നു പോകരുത്. ഇടതുപക്ഷം ആ തെറ്റുകളെല്ലാം തിരുത്തി ശക്തമായി മുന്നേറി തുടങ്ങുന്നത് വരെ മാത്രമേ UDF സർക്കാരിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ. വെള്ളാപ്പള്ളിയുടെ ബഹുമുഖ വേഷം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് CPM നേതാവ് P. ജയരാജൻ തുറന്നടിച്ചത് തന്നെ മാറുന്ന CPM നിലപാടിന്റെ കൃത്യമായ സൂചനയാണ്. വെള്ളാപ്പള്ളി ഒരേ സമയം സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരിക്കുകയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ സംഘപരിവാറിനൊപ്പം നിർത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ജയരാജൻ ആരോപിച്ചിരിക്കുന്നത്. 2 തോണിയിൽ കാലുവെക്കുന്ന വെള്ളാപ്പള്ളിയെ ഇനി അടുപ്പിക്കില്ലെന്ന ഉറച്ച നിലപാട് CPM സ്വീകരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിമാർ അവരുടെ വഞ്ചി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അടുത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. ഈ വഞ്ചിയിൽ കയറിയാൽ സർക്കാർ മാത്രമല്ല കോൺഗ്രസും ലീഗും എല്ലാം അധികം താമസിയാതെ തന്നെ മുങ്ങും. ആ കാഴ്ചയും രാഷ്ട്രീയ കേരളം എന്തായാലും കാണാൻ പോകുന്നതേ ഉള്ളൂ.